ചർച്ചകളിലെ ചർച്ചയ്ക്കെത്തുന്ന CPI മുഖങ്ങളാണ് നമ്മൾ. CPI മുഖങ്ങളാണ്. സരിൻ അടുത്ത് നിൽപ്പുണ്ട്. സരിൻ അങ്ങനെ ചാനലിലെ ചർച്ചയിലെ ഒരു വക്താവായി വരുന്നയാളല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പഴയ സുഹൃത്തുക്കളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആശാൻ സ്ക്രീനിലേക്ക് വരുന്നത് കുറവാണ്. പഴയ സുഹൃത്തുക്കളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വക്താവായിട്ട് പലപ്പോഴും സരിൻ ചാനൽ ചർച്ചകളിൽ വന്നിട്ടുണ്ട്. സരിന്റെ കൂടെ ഇരുന്ന എത്രയോ വിഷയങ്ങൾ തർക്കിച്ചിട്ടുണ്ട്. ഈ തർക്കത്തില് സരിൻ കോൺഗ്രസ് സരിൻ സാധാരണ കോൺഗ്രസ് വക്താക്കൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത സരിനുണ്ട്. ഞാൻ പലപ്പോഴും ചർച്ചയിൽ വിവരങ്ങളും വസ്തുതകളും ഒക്കെ കുറച്ച് വിശകലനാത്മകമായി നമ്മുടെ ഒരു പൊളിറ്റിക്സിന്റെ സ്റ്റൈൽ അതാണ്. സൈദ്ധാന്തിക തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ശ്രമിക്കാറ്. പക്ഷെ ദൈനംദിന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം വിശകലനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അവിടെ തർക്കവും യുക്തിയാണ് ഇവിടെ സഹു പറഞ്ഞതുപോലെ. അപ്പൊ സരിൻ അതിൽ നിന്ന് കുറച്ച് എനിക്ക് വ്യത്യസ്തമായി തോന്നിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കുറച്ചുകൂടെ വിശകലനാത്മകമായി വലതുപക്ഷ നിലപാടിന് വേണ്ടി വിശദീകരിക്കാൻ സരിൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തേക്ക് വരാനുള്ള നല്ല സാധ്യതയുള്ള കുട്ടിയാണല്ലോ ഇത്. അന്ന് തോന്നിയിട്ടുണ്ട്. സരിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. ഞാൻ ഈ മെഡിക്കൽ കോളേജിലെ സരിൻ അവിടുത്തെ ഒരു റിയേഷണറി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ ഇൻഡിപെൻഡൻസ് എന്ന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ്. അപ്പൊ ഞാൻ അന്ന് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും പോയ ആളാണ്. അപ്പൊ ഇയാളുടെ ബുദ്ധിയെക്കുറിച്ച്, ഇയാളുടെ ഇടപെടൽ ശേഷിയെക്കുറിച്ച് എനിക്ക് നല്ല തോന്നലുണ്ട്. എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു ആ കാലത്തെ. ആ ചർച്ചകളിരിക്കുമ്പോൾ KTയുടെ മനസ്സാണ് ഞാൻ പറഞ്ഞത്. KT ആ മനസ്സ് വെളിപ്പെടുത്തുക. അതെ, ഇയാൾക്ക് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ, കാരണം ഈ വസ്തുതകളും വിവരങ്ങളും എപ്പോഴും നമ്മളെ സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളെ പോലുള്ള ഒരാൾക്ക് കോൺഗ്രസിൻ്റെ ഒരു ഫ്രോഡ് പൊളിറ്റിക്സ്, ക്ഷമിക്കണം ഫ്രോഡെന്ന് പറയുന്നത് ഫ്രോഡ് പൊളിറ്റിക്സാണ് ഇപ്പോൾ കേരളത്തിൽ. പഴയ കോൺഗ്രസ് അല്ല, സുധാകരൻ്റെയും സതീശൻ്റെയും കോൺഗ്രസ്. ആ ഫ്രോഡ് പൊളിറ്റിക്സുമായിട്ട് സരിനെ പോലെ ഒരു ദക്ഷിണാശാലിക്ക് നിൽക്കാൻ പറ്റില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമുള്ള ഗോതയിൽ നേരിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പല ചർച്ചകളിലും ഒരുമിച്ചുണ്ടായിരുന്നു. അക്കാലത്ത് ഞങ്ങൾ അങ്ങനെ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ ഷിജു ഖാനും ഡോക്ടർ സരിനും പക്ഷേ ഞങ്ങൾ കുറച്ച് ശക്തമായി അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒന്ന്, അദ്ദേഹം വന്നിട്ടുള്ളത് സിവിൽ സർവീസ് രംഗത്തുനിന്നാണ്. ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലും അഭിപ്രായങ്ങളിലും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കൃത്യമായ മറുപടികൾ അങ്ങോട്ട് പറയുമെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ദൗർഭാഗ്യമായി തോന്നിയിട്ടുള്ളത്, ഇങ്ങനെ ഒരു അനുഭവമുള്ള ഒരാൾ കോൺഗ്രസ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പ്രയാസം സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ ആ അനുഭവവും അദ്ദേഹം ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധമായ ചില മൂല്യങ്ങളുമൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുമായിട്ടാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക.